ചെന്നൈയിൽ പട്ടാപ്പകൽ റോയൽ എൻഫീൽഡ് ഷോറൂമിൽ മോഷണം. ബൈക്ക് വാങ്ങാനെന്ന് ചമഞ്ഞ് ഷോറൂമിലെത്തിയ മോഷ്ടാവ് ടെസ്റ്റ് റൈഡിന് വെച്ച ഇന്റർസെപ്റ്റർ 650 മോഡലുമായി കടന്നുകളയുകയായിരുന്നു. ഇന്റർസെപ്റ്ററിൽ ടെസ്റ്റ് റൈഡിന് പുറപ്പെട്ട ആൾ ഏറെ കഴിഞ്ഞിട്ടും തിരികെ വരാഞ്ഞതിനെ തുടർന്നാണ് മോഷണം നടന്നെന്ന് ഷോറൂം ജീവനക്കാർ തിരിച്ചറിഞ്ഞത്. മോഷ്ടാവിനെയും ബൈക്കിനെയും ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുന്നു. ചെന്നൈ ക്രോംപേട്ടിലെ റോയൽ എൻഫീൽഡ് ഷോറൂമിലാണ് സംഭവം. നേരത്തെ ജാഫർ ഖാൻ പേട്ടിലും സമാന രീതിയിൽ ബൈക്കുമായി കടന്നുകളയാൻ മോഷ്ടാവ് ശ്രമിച്ചെങ്കിലും വിജയിച്ചിരുന്നില്ല. അന്ന് മറ്റൊരു കൂട്ടാളിയുമൊത്താണ് ബൈക്ക് ടെസ്റ്റ് റൈഡ് ചെയ്യാൻ മോഷ്ടാവ് ഷോറൂമിൽ ചെന്നത്. എന്നാൽ ഇരുവരെയും ഒരുമിച്ച് ടെസ്റ്റ് റൈഡിന് വിടാൻ ജാഫർ ഖാൻ പേട്ടിലെ ഷോറൂം അധികൃതർ അനുവദിച്ചില്ല. ആദ്യം ഒരാൾ പോയി തിരിച്ചു വന്നതിനു ശേഷം രണ്ടാമത്തെയാൾ ടെസ്റ്റ് റൈഡ് ചെയ്താൽ മതിയെന്ന് ഷോറൂം അധികൃതർ നിലപാടെടുത്തു. ഇക്കാരണത്താൽ മോഷ്ടാവിന് ബൈക്കുമായി തിരിച്ചു വരേണ്ടതായി വന്നു. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ക്രോംപേട്ടിൽ ഒറ്റയ്ക്ക് ചെന്ന് കൃത്യം നിർവഹിക്കാനുള്ള മോഷ്ടാവിന്റെ തീരുമാനം. ബൈക്ക് വാങ്ങാനെന്ന് വ്യാജേന ഷോറൂമിലെത്തിയ ഇദ്ദേഹം പുതിയ ഇന്റർസെപ്റ്റർ ഓടിച്ചു നോക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഉപഭോക്താവിന്റെ താൽപര്യം മാനിച്ച് ഷോറൂം ജീവനക്കാർ ബൈക്ക് ഓടിച്ചു നൽകാൻ അനുവാദം നൽകി. പക്ഷേ ഇത്തവണ ബൈക്കുമായി മോഷ്ടാവ് തിരിച്ചെത്തിയില്ല. കൺമുന്നിൽ നിന്നും ബൈക്ക് മോഷണം പോയെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ക്രോംപേട്ടിലെ റോയൽ എൻഫീൽഡ് ഷോറൂം സംഭവത്തിൽ പരാതി നൽകി. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാവിനെ കുടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. സാധാരണ വാഹനം ടെസ്റ്റ് ഡ്രൈവിന് അനുവദിക്കുമ്പോൾ ഉപഭോക്താവിന്റെ തിരിച്ചറിയൽ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകൾ ഷോറൂമുകൾ ആവശ്യപ്പെടാറുണ്ട്. ഒപ്പം ജീവനക്കാരിൽ ഒരാൾ ഉപഭോക്താവിനോടൊപ്പം കൂട്ടായി ചെല്ലുന്നതും പതിവാണ്. പക്ഷേ ഇവിടെ ഈ നടപടിക്രമങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. മോഷണം പോയ ബൈക്കിന് താൽക്കാലിക രജിസ്ട്രേഷൻ ആണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. പെർമനന്റ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്പർ പ്ലേറ്റ് വെച്ച് ബൈക്കിനെ കണ്ടുപിടിക്കാൻ പോലീസിന് എളുപ്പം കഴിയും. എന്തായാലും ഷോറൂമുകാരുടെ അശ്രദ്ധയാണ് ബൈക്ക് മോഷണം പോവാനുള്ള പ്രധാന കാരണം. മോഷ്ടാവ് ബൈക്കുമെടുത്ത് ഒറ്റയ്ക്ക് കടന്നു കളയുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. അടുത്ത കാലത്തായി വാഹനമോഷണ സംഭവങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുന്നത് കണ്ട് വിപണിയിൽ GPS ട്രാക്കിംഗ് സംവിധാനങ്ങൾക്ക് പ്രചാരമേറുകയാണ്. മോഷണം പോയ വാഹനം കണ്ടെത്താൻ GPS ട്രാക്കിംഗ് സംവിധാനം പോലീസിനെ അല്ലെങ്കിൽ ഉടമയെ സഹായിക്കും.